എല്ലാവർക്കും നമസ്കാരം. 2020 വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായി പത്രമാധ്യമ രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെടുന്ന ഒരു വിഷയമാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എല്ലാ ദിവസവും ദിനംപ്രതി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൻ്റെ ഓരോ അപ്ഡേറ്റ്സ്. ആദ്യം ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി അവൾ ഹസ്ബൻഡ് വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ അടുക്കള കാണൽ ചടങ്ങിനായിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടെ ശരീരത്തിൽ പാടുകളും മറ്റുമൊക്കെ കാണുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് ചോദിക്കുമ്പം ഭർത്താവ് തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നതാണ് ഡവറി, അതായത് സ്ത്രീധനത്തിൻ്റെ മറ്റും കാര്യം പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടുകാരും തന്നെ ഉപദ്രവിക്കുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ ഈ പെണ്ണിനെ അവരുടെ മാതാപിതാക്കൾ കൂട്ടിക്കൊണ്ടുപോയി ഈ ചെറുക്കനെതിരെ കേസ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ആ ഒരു കേസെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കൺക്ലൂഷൻ. പിന്നീട് ആ ചെറുക്കനെ അവനത് വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. അങ്ങനെ നമ്മൾ ഒത്തിരി ഭൂരിഭാഗം പേരും ആ പെൺകുട്ടിയുടെ അപ്പൻ്റെ അമ്മയുടെയും അവർക്ക് സപ്പോർട്ടായിട്ടാണ് നമ്മൾ ഭൂരിഭാഗം പേരും, ഞാനൊക്കെ എന്ന് പറഞ്ഞാലും ആ അപ്പനും അമ്മയും സപ്പോർട്ടായിട്ടാണ് നിന്നത്. കാരണം നമ്മുടെ നാട്ടിൽ അധികം വർഷങ്ങളായിട്ടില്ല, അധികം നാളുകളായിട്ടില്ല വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു പ്രശ്നത്തിൽ പെൺകുട്ടി അവളുടെ ജീവൻ തന്നെ കളയേണ്ടി വന്നു. ഇങ്ങനൊരു വിഷയം, ഈ ഒരു ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ. അപ്പോൾ മറ്റൊരു വിസ്മയം നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തുണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയെയും അവളുടെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ അത്രയും അഭിനന്ദിക്കുകയും അല്ലെ അവർക്ക് സപ്പോർട്ടായിട്ട് കമൻറ്റ് പറയുകയൊക്കെ ചെയ്ത വ്യക്തികളാണ് നമ്മൾ ഭൂരിഭാഗം. എനിക്ക് നമ്മുടെ ഈ നാട്ടിലെ സത്യം പറഞ്ഞാൽ നിയമങ്ങളെക്കുറിച്ചുള്ള അത്രയും ആധികാരികമായിട്ട് സംസാരിക്കാനോ അവയെക്കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു പബ്ലിക് പേഴ്സൺ എന്ന നിലയിൽ എൻ്റേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓൺ വോയിസിൽ ഒരു വീഡിയോയുമായിട്ട് വന്നിരുന്നു. ഭർത്താവിൻ്റെ പേര് രാഹുൽ എന്നാണ്. അദ്ദേഹം തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നും തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതിനനുസരിച്ചാണ്, അല്ലെ തൻ്റെ വക്കീൽ പറഞ്ഞതിനനുസരിച്ചാണ് താനെ ഗാർഹിക പീഡനം, അതായത് ഡൗറി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് കേസ് കൊടുത്തു, അദ്ദേഹം പാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി തന്നെ ഒരു ഓൺ വോയിസ് വീഡിയോയിൽ വന്നിരുന്നു. അപ്പം എൻ്റെ ഒരു സംശയമാണ്, അതായത് നമ്മുടെ ഈ നാട്ടിലെ ഈ ചില നിയമങ്ങൾ, ഇങ്ങനെയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന രീതി ഇപ്പം ഈ പെൺകുട്ടിയിലൂടെ അല്ലെ ഈ പെൺകുട്ടി ആ വിഷയം കൈകാര്യം ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്ത്രീധനത്തിൻ്റെ പേരിലോ മറ്റ് എന്തെങ്കിലും പേരിലോ ഒക്കെ ശാരീരികമായി ഉപദ്രവിക്കപ്പെടുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിൽക്കുന്ന ഒരു നിയമമാണ് ഈ ഒരു നിയമം. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പല സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഇനിയും വരുന്ന തലമുറയാണെങ്കിൽ ഇപ്പോൾ ഉള്ള തലമുറയൊക്കെ ആണെങ്കിലും ഒരുപാട് ഈ നിയമം ആവശ്യമുള്ള വ്യക്തികളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ നിയമത്തിൻ്റെ ബേസിൽ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് ഇവരിപ്പോൾ ഈ ഫാമിലി ചെയ്ത പോലെ തന്നെ നമുക്ക് എന്താണ് ഇതിൽ നിന്നൊരു അർത്ഥം കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇൻ കേസ് ആ ചെറുക്കൻ ഇതുവരെ പോലീസിൻ്റെ പിടിയിൽ വന്നിട്ടില്ല, ആ ചെറുക്കൻ ആ സമയത്ത് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ആ ചെറുക്കനെ എന്തെങ്കിലും അത്രയും വിഷയങ്ങൾ പക്ഷേ ചെറുക്കൻ്റെ ഭാഗത്താണ് ന്യായം എന്നിരുന്നാൽ ചെറുക്കൻ എന്തെങ്കിലും ഒരു കയ്യബദ്ധം കാണിച്ചിരുന്നെങ്കിൽ ഇതിൽ ആര് ഉത്തരം പറഞ്ഞുതരാം? അവൻ്റെ ഫാമിലിക്കല്ലേ ഈ ഒരു കേസിന്റെ പേരിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഒരു CI ഉൾപ്പെടെ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് സസ്പെൻഷനിലിരിക്കുന്നത്. അപ്പം അവർ തന്നെ വിചാരിക്കുമായിരിക്കും എന്ത് കാര്യത്തിനാണ് ഞങ്ങൾ ഈ ജോലി ഞങ്ങൾക്ക് പോയത് എന്നുള്ള കാര്യം ഓർത്ത് അവർ വീട്ടിൽ കുത്തിയിരിക്കുമായിരിക്കും അല്ലേ. ആലോചിച്ച് നോക്കിയേ, ഈ ഒരു വിഷയം വന്നതിന് പ്രകാരം അതായത് ഈ പെൺകുട്ടി ഇങ്ങനെ കാലുമാറി എന്നുള്ള വിഷയം വന്നതിന് പ്രകാരം എത്ര പേർക്കാണ് അവരുടെ സമാധാനം ഇല്ലാതായിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ വക്കീൽ വന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്നാൽ ഇത് വെറും സൗന്ദര്യപ്പിണക്കമാണെന്നാണ്. എത്ര ലാഘവത്തോടെയാണ് പറയുന്നത്, വെറും സൗന്ദര്യപ്പിണക്കമാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. അവർ തമ്മിലുള്ള ഭർത്താവും ഭാര്യയ്ക്കും ഇടയിലുള്ള ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിലാണ് ഈ കേരളത്തിൽ ഇത്രയും ചർച്ചാ വിഷയങ്ങളാക്കിയിട്ട് ഇത് വെറും സൗന്ദര്യപ്പിണക്കമാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരി വരുന്നു ഇത് കേട്ടിട്ട്. ഇത് ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് നീതി അത് വേണ്ടത്? അത് എത്രയും പെട്ടെന്ന് ഇതിന് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് കണ്ടുപിടിക്കണം. ഇത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴത്തേക്കും, ഇങ്ങനെ ഗാർഹിക പീഡനം ഇങ്ങനെ കേസുകൾ ഏറ്റവും കൂടുതൽ അതിൽ ക്രൂശിക്കപ്പെടുന്നത് പുരുഷന്മാരായിരിക്കും, അല്ലെങ്കിൽ ആ ഭർത്താക്കന്മാരായിരിക്കും, അവരുടെ ഫാമിലി ആയിരിക്കും. നമുക്ക് ഇങ്ങനെയുള്ള നിയമങ്ങൾ നമുക്ക് ഒരു രക്ഷയും ഇല്ലാത്തപ്പോഴത്തേക്കും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഈ കുറേ നിയമം. അത് അർഹതപ്പെട്ടവർക്ക്
അങ്ങനെ അർഹതയില്ലാത്തവർ ഈ ഒരു നിയമം ദുരുപയോഗം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വക്കീലന്മാരൊക്കെ ആണെങ്കിലും അവർക്ക് ആടിനെ പട്ടിയാക്കാം, പട്ടിയെ ആടാക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത് എന്താണ് വാസ്തവമെന്ന് നമ്മൾ കുറച്ച് പേർക്കെങ്കിലും നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്നിരുന്നാലും ഇതിൽ ആരുടെ ഭാഗത്താണോ ന്യായം അത് എത്രയും പെട്ടെന്ന് അധികൃതർ കണ്ടുപിടിക്കണം. ഇതിൽ തെറ്റ് ചെയ്തവരാരാണോ അവർക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള ശിക്ഷയും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.